49% ഷെയർ വിറ്റപ്പോൾ കേരള സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സ്ക്രീനിങ് സംവിധാനമാണ് അവിടെ നടക്കുക? ഒരു സംവിധാനത്തിന് ഇപ്പം ഞാനും അരുൺ സാറും കൂടെ ഒന്നിച്ചിരുന്ന് വാർത്താ ചാനൽ ഒരു 50% ഷെയർ വിറ്റിട്ട് പോയാൽ നാളെ രാവിലെ വേറെ ഒരാൾ വന്നിരുന്നാലോ ആലോചിച്ച് നോക്കി എന്തായാലും സംഭവിക്കുക എന്നുള്ളത്. അതുപോലെയല്ലേ സംഭവിക്കുന്നത്? കാരണം 50% ഷെയർ അല്ലെങ്കിൽ 49% ഷെയർ വിറ്റിട്ട് നമ്മുടെ സംസ്ഥാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് എങ്ങനെയാണ്? അത് അദാനി കമ്പനി പ്രസ് റിലീസിൽ കൂടി ഇറക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വിചിത്രവാദമായിട്ട് തോന്നുകയാണ്. അദാനി കമ്പനി പ്രസ് റിലീസ് ഇറക്കുമ്പോൾ മാത്രമേ ഇത്രയും വലിയ ഡീൽ നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെ ഈ അദാനി അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇവിടെ ചെറിയ കമ്പനികൾക്കെതിരെ നമ്മൾ 1 കോടിയും 2 കോടിയും 5 കോടിയും ട്രാൻസാക്ഷൻ വലിയ കുംഭകോണം കൊള്ള എന്ന് പറയുന്ന സംസ്ഥാനത്ത് 13,000 കോടി രൂപയ്ക്ക് ഒരു സംവിധാനത്തെ മുഴുവൻ വിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ആകെ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അകത്ത് 13,000 കോടിയാണ് അദാനി മുടക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഒരു 50% ഒരു കമ്പനി ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിന് ഏത് ഇൻവെസ്റ്റ്മെൻറ്റും 50-50 ആയിരിക്കും. ആ 13,000-ന് 7,500 അല്ലെങ്കിൽ അതിൽ 6,500 കോടി മാത്രമാണ് ഈ പറയുന്ന അദാനിനെ മുടക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. എന്നാലും അദാനിക്ക് 3,000 കോടി രൂപ ലാഭമാണ്. 50% കയ്യിലിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പം അത് ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു വശപ്പിശക് ഈ സംവിധാനത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി പോർട്ട് വകുപ്പ് ഏറ്റെടുക്കുന്നത്. അപ്പം അതിനെ പറയുന്ന സംവിധാനങ്ങളൊക്കെ വലുതാണ്. എന്തായിരിക്കും ഈ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കും? എങ്ങനെയാണെങ്കിലും വേറെ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലാതെ വേറെ എത്ര വകുപ്പുകൾ കയ്യിലുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിൽ അലിഗേഷൻ വന്നോ? എന്തുകൊണ്ടാണ് ഇതിന് വന്നിട്ടുണ്ടാവുക? മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ എങ്ങനെയായിരിക്കും അലിഗേഷൻ വന്നിട്ടുണ്ടാവുക? അപ്പോൾ ഇത് എവിടെയോ ഈ അന്തരീക്ഷത്തിൽ ഈ സാധനം പാറി നടക്കുന്നുണ്ടല്ലോ. ഈ അദാനിയുമായി എന്തോ ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അന്തരീക്ഷത്തിൽ എവിടെയോ പാറി നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുന്നേ അതിനൊരു അലിഗേഷൻ വരുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം അലിഗേഷൻ വരുന്നു? എന്താണോ വിചാരിച്ചത് പോർട്ട് മുഖ്യമന്ത്രി കൈവശം വെക്കുമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി അതുപോലെ തന്നെ കൈവശം വെക്കുന്നു. പോർട്ടിൻ്റെ MD-കൾ മാറുന്നു, ഉദ്യോഗസ്ഥന്മാർ മാറുന്നു, അതിന് സംവിധാനത്തിലേക്ക് 500 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇതൊക്കെ നമ്മൾ വളരെ നിഷ്കളങ്കതയോടുകൂടി നോക്കിയാൽ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് അദാനി മംഗലാപുരത്ത് പോകുന്നത് VD സതീശൻ മംഗലാപുരത്ത് പോകുന്നു. പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരു 10-20 ലക്ഷം രൂപ മുടക്കി ഒരു ട്രാവലിന് മുടക്കുള്ള ഒരു പ്രൈവറ്റ് ജെറ്റിൽ കേരളത്തിൽ ഇന്നേ വരെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഇത് ആരുടെ പൈസയാണെന്നാണ് മറുപടിയില്ലല്ലോ.